വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപാസകന് അത്യപൂർവമായ ശക്തി സിദ്ധിക്കുന്നതിനും കൈവിഷം ഛർദ്ദിപ്പിച്ചു കളയുന്നതിനും വേണ്ടിയുള്ള മന്ത്രമാണ്. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു മന്ത്രമാണ് നീലകണ്ഠത്രക്ഷരി മന്ത്രം. മന്ത്രം പ്രോം ഹ്രീം ഠം. അംഗന്യാസ മന്ത്രങ്ങൾ: ഹര ഹര സ്വാഹ ഹൃദയായ നമ, കവർദിനേ സ്വാഹ ശിരസേ സ്വാഹ, നീലകണ്ഠായ സ്വാഹ ശിഖായൈ വഷ, കാളകുള വിഷഭക്ഷണായ ഹും ഫൾ സ്വാഹ കവചായ ഹും, നീലകണ്ഠനേ അസ്ത്രായ ഫൾ. ധ്യാനം: ബാലാർക്കായുധതേജസം ധൃജജടാജുളേന്ദുഖഡ്ഗോജ്വലം, നാഗേന്ദ്രൈ യുധഭൂഷണം ജപപടിം ശൂലം കപാലം കരൈ, ഖഡ്വാംഗം ദതതം ത്രിനേത്രം വിലസത് പഞ്ചാനനം സുന്ദരം, വ്യാക്രത്വക് പരിധാനമബ്ജ നിലയം ശ്രീനീലകണ്ഠം ഭജേ. ശ്രീം നമ. പ്രോം ഹ്രീം ഠം. നീലകണ്ഠമൂർത്തയേ നമ. ധ്യാനവൃതാദികളോടെ ഈ മന്ത്രം 3 ലക്ഷം ഉരു ജപിക്കുകയും ശുദ്ധാനം നെയ്യ് ചേർത്ത് 30,000 ഉരു ഹോമിക്കുകയും ചെയ്താൽ മന്ത്രസിദ്ധി കൈവരും. അധികം വൈകാതെ ഉപാസകന് ശക്തി സിദ്ധിക്കുന്നതാണ്. വിഷബാധിതനായി മൂർച്ഛിച്ചു കിടക്കുന്ന വ്യക്തിയെ ശുദ്ധജലം നിറച്ച് മന്ത്രജപകലശം പൂജിച്ച് ആ പൂജ തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുക. എങ്കിൽ അയാൾ വിഷബാധയിൽ നിന്നും മോചിതനായി സുഖം പ്രാപിക്കും. വയറ്റിൽ അകപ്പെട്ടു പോയ കൈവിഷം വിഷത്തിനും ഈ മന്ത്രം ജപിച്ച് പഞ്ചഗവ്യം കൊടുക്കാം. വെള്ളത്താർത്താവൽ എന്ന പച്ചമരുന്ന് ചില ഇടങ്ങളിൽ വെളുത്ത ബ്രഹ്മി എന്നും ഇതിന് പറയാറുണ്ട്. ഈ പച്ചമരുന്ന് ഇടിച്ചു പിഴിഞ്ഞ നീര് 100 മില്ലി എടുത്ത് അത്രയും തന്നെ പശുവിൻ പാൽ അപ്പോൾ കറന്നെടുത്തത് രണ്ടും കൂട്ടി ഈ മന്ത്രം 108 ഉരു ജപിച്ച് പ്രഭാതത്തിൽ കൈവിഷബാധകനെ സേവിപ്പിക്കുക. എങ്കിൽ ഉച്ചയ്ക്ക് മുമ്പായി വയറ്റിലുള്ള വിഷം ഛർദ്ദിച്ചു പോകും. ആ ഛർദിയിൽ അകത്തുണ്ടായിരിക്കുന്ന വിഷം കാണുവാൻ സാധിക്കും. വിഷം അടിവയറ്റിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മലവിസർജനത്തോടെ പുറത്ത് പോകുന്നതായിരിക്കും. പാലാഴി മദനകാലത്ത് കാളക്കൂട വിഷം ഭക്ഷിച്ച് പ്രപഞ്ചരക്ഷ ചെയ്ത ഭഗവാൻ ശ്രീ നീലകണ്ഠൻ്റെ ധ്യാന മന്ത്രാദി ജപങ്ങൾ കൊണ്ടുതന്നെ സകല വിഷബാധകളും നശിച്ചു പോകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.